ഹായ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേരള PSC ലൈബ്രറിയൻ ഗ്രേഡ് 4ൻ്റെ പാർട്ട് 3 വീഡിയോ ആയിട്ടാണ്. നമുക്ക് സമയം കളയാതെ തന്നെ തുടങ്ങാം. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ഗ്രീൻ ലൈബ്രറി ഈസ് BREEAM, ബിൽഡിംഗ് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എൻവയോൺമെൻറ്റൽ അസസ്മെൻറ്റ് മെത്തേഡാണ് BREEAM. ലൈബ്രറികൾ ഉൾപ്പെടെയുള്ള ബിൽഡിങ്സിൻ്റെ എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സസ്റ്റൈനബിലിറ്റി അസസ്മെൻറ്റ് മെത്തേഡാണ് BREEAM. എനർജി എഫിഷ്യൻസി, വാട്ടർ യൂസേജ്, മെറ്റീരിയൽസ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, പൊല്യൂഷൻ കൺട്രോൾ, ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് തുടങ്ങിയ മാനദണ്ഡങ്ങൾ വിലയിരുത്തി സസ്റ്റൈനബിൾ ഡിസൈനിങ്ങും കൺസ്ട്രക്ഷനും പ്രൊമോട്ട് ചെയ്യുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. നെക്സ്റ്റ്, the need hierarchy theory of motivation was developed by Abraham Maslow. Maslow's need hierarchy theory-നെ Maslow's hierarchy of needs എന്നും പറയും. മനുഷ്യൻ്റെ ആവശ്യങ്ങളെ 5 തലങ്ങളായി തിരിക്കുന്ന ഒരു മനഃശാസ്ത്ര സിദ്ധാന്തം, അതായത് സൈക്കോളജിക്കൽ തിയറിയാണ് നീഡ് ഹൈറാർക്കി തിയറി. ആദ്യത്തേത് ഫിസിയോളജിക്കൽ നീഡ്സ്, ശാരീരിക ആവശ്യങ്ങൾ. എയർ, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, സ്ലീപ്പ്, ക്ലോത്തിങ്, റീപ്രൊഡക്ഷൻ, ഇതെല്ലാം ഫിസിയോളജിക്കൽ നീഡ്സിലാണ് വരുന്നത്. നെക്സ്റ്റ്, സേഫ്റ്റി നീഡ്സ്. അതിൽ വരുന്നതാണ് പേഴ്സണൽ സെക്യൂരിറ്റി, എംപ്ലോയ്മെൻറ്റ്, റിസോഴ്സസ്, ഹെൽത്ത്, പ്രോപ്പർട്ടി. നെക്സ്റ്റ്, ലവ് ആൻഡ് ബിലോങ്ങിങ്. അതിൽ ഫ്രണ്ട്ഷിപ്പ്, ഇൻറ്റിമസി, ഫാമിലി, സെൻസ് ഓഫ് കണക്ഷൻ, ഇത്രയാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്ങിൽ വരുന്നത്. എസ്റ്റീം, അതായത് ആദരവ്, റെസ്പെക്റ്റ്, സെൽഫ് എസ്റ്റീം, സ്റ്റേറ്റസ്, റെക്കഗ്നീഷൻ, സ്ട്രെങ്ത്, ഫ്രീഡം, ഇതെല്ലാമാണ് എസ്റ്റീമിൽ വരുന്നത്. അടുത്തത് സെൽഫ് ആക്ച്വലൈസേഷൻ. അതിൽ വരുന്നത് എന്താണ്? ഡിസയർ ടു ബിക്കം ദ മോസ്റ്റ് ദാറ്റ് വൺ ക്യാൻ ബി, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ്, ഡിസ്കവറി സൊല്യൂഷൻ ഫോർ ലൈബ്രറി ഈസ് സമ്മൺ. പ്രൊക്വസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു വെബ് സ്കെയിൽ ഡിസ്കവറി സർവീസാണ് സമ്മൺ. ഇതൊരു യൂണിഫൈഡ് സെർച്ച് എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് യൂസേഴ്സിന് ബുക്സ്, ലേഖനങ്ങൾ, മറ്റ് ലൈബ്രറി റിസോഴ്സസ് എന്നിവ ഒരൊറ്റ ഇൻ്റർഫേസിൽ കണ്ടെത്താൻ സഹായിക്കും. സമ്മൺ എന്തുകൊണ്ടാണ് ഒരു ഡിസ്കവറി സൊല്യൂഷനായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണതെന്ന് വെച്ചാൽ ഇത് സീംലെസ് സെർച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ വാസ്റ്റ് എമൗണ്ട് ഓഫ് കണ്ടൻസും സമ്മണിൽ ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, അറ്റ് എ കോൺസെപ്ച്വൽ ലെവൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 3 ലെയേഴ്സിലാണ്: പ്രസൻറ്റേഷൻ, ആപ്ലിക്കേഷൻ ലോജിക് ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റ്. 3 ലെയേഴ്സ് സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് പ്രസൻറ്റേഷൻ ലെയർ. ഇതിനെയാണ് പാർട്ട് ഓഫ് സിസ്റ്റം യൂസേഴ്സ് ഇൻ്ററാക്ട് ചെയ്യുന്നത്. അതായത് വെബ്സൈറ്റ്സ്, മൊബൈൽ ആപ്സ്, സോഫ്റ്റ്വെയർ സ്ക്രീൻസ് എല്ലാം ഫസ്റ്റ് പ്രസൻറ്റേഷൻ ലെയറിലാണ് വരുന്നത്. സെക്കൻഡാണ് ആപ്ലിക്കേഷൻ ലോജിക് ലെയർ. ഇതാണ് ബ്രെയിൻ. സിസ്റ്റം ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യുന്നതും റൂൾസ് അപ്ലൈ ചെയ്യുന്നതും ഈ ലെയറിലാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ഈ ലെയറിൽ നിങ്ങളുടെ പാസ്വേഡ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തിലേക്കെല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കുമെന്ന് തീരുമാനിക്കുന്നത് ഈ ലെയറിലാണ്. അടുത്തത് തേർഡ് ലെയർ, റിസോഴ്സ് മാനേജ്മെൻറ്റ് ലെയർ. ഇതിനെയാണ് സ്റ്റോറേജ് ആൻഡ് എൻജിൻ റൂം എന്ന് പറയുന്നത്. ആവശ്യമുള്ളപ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും റിട്രീവ് ചെയ്യുന്നതും ഇവിടെയാണ്. ഇതിൻ്റെ എക്സാമ്പിളാണ് യൂസർ ഇൻഫർമേഷനും ഫയൽസും റെക്കോർഡ്സും എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റാബേസസ്. നെക്സ്റ്റ്, ദ പോയിന്റ് സിസ്റ്റം ഓഫ് ജോബ് ഇവാലുവേഷൻ കണ്ടെയ്ൻസ് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ജോബ് കണ്ടീഷൻസ്, റെസ്പോൺസിബിലിറ്റി, എഫേർട്സ് ആൻഡ്. ജോബ് ഇവാലുവേഷൻ്റെ പോയിന്റ് സിസ്റ്റത്തിലെ കീ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജോബ് കണ്ടീഷൻസ്, റെസ്പോൺസിബിലിറ്റി, എഫേർട്ട് ആൻഡ് സ്കിൽസ് റിക്വയർഡ് ആണ് കീ ഫാക്ടേഴ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് ജോലികളുടെ റിലേറ്റീവ് വാല്യൂ അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ് പോയിന്റ് സിസ്റ്റം ഓഫ് ജോബ് ഇവാലുവേഷൻ. ഈ ഫാക്ടേഴ്സിനെ ഓരോന്നിനും അതിൻ്റെ ഇമ്പോർട്ടൻസ് അടിസ്ഥാനമാക്കിയിട്ട് ഒരു സർട്ടൺ നമ്പർ ഓഫ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഫാക്ടേഴ്സിൻ്റെ ഇവാലുവേഷൻ കഴിയുന്നതിലൂടെ കിട്ടുന്ന സ്കോറാണ് ജോബിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതനുസരിച്ചായിരിക്കും സാലറിയും പേ ഗ്രേഡും സെറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്,
ഇതേ മോഡലിൽ തന്നെ വരുന്നതാണ് പോയിന്റ് സിസ്റ്റം ഇസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഇത് കഴിഞ്ഞ കൊല്ലം KVS ലൈബ്രറിയൻ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. പോയിന്റ് സിസ്റ്റം ഇസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ജോബ് ഇവാലുവേഷൻ. നെക്സ്റ്റ്, PPPS എന്ന ബഡ്ജറ്റിംഗ് ടെക്നിക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? റോബർട്ട് മെക്നമാറ. PPPSൻ്റെ ഫുൾ ഫോമാണ് പ്ലാനിംഗ്, പ്രോഗ്രാമിംഗ്, ബഡ്ജറ്റിംഗ് സിസ്റ്റം. ആനുവൽ ബഡ്ജറ്റിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ലോങ് ടേം പ്ലാനിങ്ങിനും പ്രോഗ്രാമിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് PPPS എന്ന് പറയുന്നത്. ബഡ്ജറ്റിങ് ലൈബ്രറി സയൻസ് എക്സാംസിനൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബഡ്ജറ്റിങ്. മിക്ക എക്സാംസിനും ബഡ്ജറ്റിംഗ് സെക്ഷനിൽ നിന്ന് ചോദ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ്, മാർക്ക് 21 ടൈറ്റിൽ ഫീൽഡിൻ്റെ ടാഗ് നമ്പർ എത്രയാണ്? മാർക്ക് 21 ടൈറ്റിൽ ഫീൽഡിൻ്റെ ടാഗ് നമ്പർ 245 ആണ്. ഈ 245 ടൈറ്റിൽ സെഗ്മെൻറ്റിൽ വരുന്ന സബ് സെക്ഷൻസ് ആണ്: A ടൈറ്റിൽ, B റിമൈൻഡർ ഓഫ് ടൈറ്റിൽ, C സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി, H മീഡിയം, N നമ്പർ ഓഫ് പാർട്ട് ഓർ സെക്ഷൻ ഓഫ് എ വർക്ക്, P നെയിം ഓഫ് പാർട്ട് ഓർ സെക്ഷൻ ഓഫ് എ വർക്ക്. നെക്സ്റ്റ്, what is the purpose of doubling core creator element? റിസോഴ്സസിൻ്റെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പ്രൈമർലി റെസ്പോൺസിബിൾ ആയ പേഴ്സണെയോ ഓർഗനൈസേഷനെയോ സ്പെസിഫൈ ചെയ്യാനാണ് ഈ ക്രിയേറ്റർ എലമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓതേഴ്സ്, ആർട്ടിസ്റ്റ് ഓർ അതർ കോൺട്രിബ്യൂട്ടേഴ്സ്. നെക്സ്റ്റ്, AACR2 റീപ്ലേസ് ചെയ്ത കാറ്റലോഗിംഗ് സ്റ്റാൻഡേർഡ് ഏതാണ്? RDA. റിസോഴ്സ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ആക്സസ് ആണ് RDA. RDAനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ടൈപ്പ് അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ടൈപ്പ് അല്ലാത്തത് ഏതാണ്? കോൺട്രാക്റ്റ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നത് ഹ്യൂമൻ ബ്രെയിനിൻ്റെ പ്രൊഡക്റ്റായ ഇൻടാഞ്ചിബിൾ അസറ്റ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. പേറ്റൻസ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്സ് എന്നിവ എല്ലാം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ റെക്കഗ്നൈസ്ഡ് ഫോംസ് ആണ്. ഈ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ കരാറാണ്. അതായത് കക്ഷികൾ തമ്മിലുള്ള ഒരു കരാറാണെങ്കിലും അവരുടെ കടമകളും അവരുടെ അവകാശങ്ങളും വിവരിക്കുന്ന ഒരു നിയമപരമായുള്ള രേഖയാണ് കോൺട്രാക്റ്റ്. അത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ കാറ്റഗറിയുടെ അണ്ടറിൽ പെടുന്നതല്ല. അതുകൊണ്ട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ടൈപ്പ് അല്ലാത്തത് ഇവിടെ കോൺട്രാക്റ്റ് ആണ്. നെക്സ്റ്റ്, പേറ്റൻറ്റ് കിട്ടാനുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? നോവൽറ്റി, നോൺ ഒബ്വിയസ്നെസ്, യൂട്ടിലിറ്റി. ദിസ് മീൻസ് നോവൽറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി ഇൻവെൻഷൻ മസ്റ്റ് ബി ന്യൂ ആൻഡ് നോട്ട് പ്രീവിയസ്ലി ഡിസ്ക്ലോസ്ഡ് പബ്ലിക്കലി. കണ്ടുപിടുത്തം പുതിയതായിരിക്കണം, ഫയൽ ചെയ്യുന്ന ഡേറ്റിന് മുമ്പ് ലോകത്ത് എവിടെയും പരസ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവരുത്. അടുത്തത്, നോൺ ഒബ്വിയസ്. ദ ഇൻവെൻഷൻ മസ്റ്റ് നോട്ട് ബി ഒബ്വിയസ് ടു സംവൺ സ്കിൽഡ് ഇൻ ദ ഫീൽഡ്. നെക്സ്റ്റ്, യൂട്ടിലിറ്റി. ദ ഇൻവെൻഷൻ മസ്റ്റ് ഹാവ് എ യൂസ്ഫുൾ പർപ്പസ്. ഒരു പ്രാക്ടിക്കൽ പർപ്പസ് ഉണ്ടായിരിക്കണം. ഇത് മൂന്നുമാണ് പേറ്റൻറ്റ് കിട്ടാൻ വേണ്ടിയുള്ള മെയിൻ റിക്വയർമെൻറ്റ്സ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ട്രേഡ് മാർക്ക്? ഇറ്റ് ഈസ് ടു പ്രിവെൻറ്റ് കൺസ്യൂമർ കൺഫ്യൂഷൻ. ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെയോ സേവനങ്ങളെയോ മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കുന്ന ബ്രാൻഡ് നെയിംസ്, ലോഗോസ്, മറ്റ് ഐഡൻറ്റിഫയേഴ്സ് എന്നിവയെല്ലാം ട്രേഡ് മാർക്സ് പ്രൊട്ടക്റ്റഡ് ആണ്. ട്രേഡ് മാർക്ക് ലോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അഡീഷണൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് വായിച്ച് നോക്കിയാൽ പിടികിട്ടും. നെക്സ്റ്റ്, പേറ്റൻറ്റ് പ്രൊട്ടക്ഷനുള്ള സ്റ്റാൻഡേർഡ്സ് സ്ഥാപിക്കുന്ന ഇൻ്റർനാഷണൽ ട്രീറ്റി ഏതാണ്? ട്രിപ്സ് എഗ്രിമെൻ്റ് ആണ്. ഫുൾ ഫോം ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ട്രിപ്സ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇൻ 1995. ഇതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുകളുടെ പ്രൊട്ടക്ഷനും അത് നടപ്പിലാക്കാൻ ഒരു മിനിമം സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതുമാണ് ഇതിൻ്റെ പർപ്പസ്. പേറ്റൻറ്റ് പ്രൊട്ടക്ഷന് ട്രിപ്സ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ എല്ലാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മെമ്പേഴ്സും പേറ്റൻറ്റ് പ്രൊട്ടക്ഷനായിട്ട് പൊതുവായ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ആദ്യത്തെ മൾട്ടിലാറ്ററൽ എഗ്രിമെൻ്റ് ആണ് ഇത്. ഇതിൻ്റെ കീ പേറ്റൻറ്റ് പ്രൊട്ടക്ഷൻസ് അണ്ടർ ട്രിപ്സ് ആണ് മിനിമം 20 years പ്രൊട്ടക്ഷൻ ഫ്രം ഫൈലിംഗ് ദ ഡേറ്റ്,
Availability of patents for any inventions, product or process in all fields of technology. Non-discrimination in patent rights. Rights of patent holders to prevent others from making, using or selling the invention without consent. ഇത്രയുമാണ് ഇതിൻ്റെ പേറ്റൻറ്റ് പ്രൊവിഷൻസ്. നെക്സ്റ്റ്, പേറ്റൻറ്റ് നേടിയ ഒരു കണ്ടുപിടുത്തം യൂസ് ചെയ്യാനുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ്. ഇതിനെ പറയുന്ന ടേം എന്താണ്? പേറ്റൻറ്റ് ഗ്രാൻഡ്. പേറ്റൻറ്റ് ഗ്രാൻഡ് എന്നാണ് ദി എക്സ്ക്ലൂസീവ് റൈറ്റ് ടു യൂസ് എ പേറ്റൻറ്റ് ഇൻവെൻഷൻ. ഗവൺമെൻറ്റോ ഏതെങ്കിലും ഓതറൈസ്ഡ് ബോഡിയോ ഒരു ഇൻവെൻറ്ററിന് ഒരു നിശ്ചിത കാലയളവിലേക്ക് എക്സ്ക്ലൂസീവ് റൈറ്റ് നൽകുന്ന ഒഫീഷ്യൽ ആക്ടിനെയാണ് പേറ്റൻറ്റ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. ഈ റൈറ്റ് പേറ്റൻറ്റ് ഹോൾഡറിന് അയാളുടെ ഇൻവെൻഷൻ മറ്റുള്ളവരുടെ പെർമിഷൻ ഇല്ലാതെ മേക്ക് ചെയ്യാനോ യൂസ് ചെയ്യാനോ സെൽ ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ നിന്നോ ഒക്കെ അവരെ എക്സ്ക്ലൂഡ് ചെയ്യാൻ, അതായത് ഒഴിവാക്കാനായിട്ട് അലൗ ചെയ്യുന്നുണ്ട്. ബാക്കി ഓപ്ഷൻസായ പേറ്റൻറ്റ് രജിസ്ട്രേഷൻ, പേറ്റൻറ്റ് ലൈസൻസ്, പേറ്റൻറ്റ് അസൈൻമെൻറ്റ്സ് എന്താണെന്ന് ഷോർട്ടാക്കി നോട്ട് ചെയ്തിട്ടുണ്ട്, അതും പഠിക്കണം. നെക്സ്റ്റ്, ഏത് ടൈപ്പ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷനാണ് സോഫ്റ്റ്വെയർസൊക്കെ കവർ ചെയ്യുന്നത്? കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റ് ലോ പ്രകാരം സോഫ്റ്റ്വെയർസ്, അതായത് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എല്ലാം ഒരു ലിറ്റററി വർക്കായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു സോഫ്റ്റ്വെയറിൻ്റെ സോഴ്സ് കോഡ്, ഒബ്ജക്റ്റ് കോഡ്, ഡോക്യുമെൻറ്റേഷൻ എന്നിവയെല്ലാം കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. നെക്സ്റ്റ്, പർപ്പസ് ഓഫ് മാഡ്രിഡ് സിസ്റ്റം ടു രജിസ്റ്റർ ട്രേഡ് മാർക്സ് ഇൻ്റർനാഷണലി. ട്രേഡ് മാർക്സ് ഇൻ്റർനാഷണലി രജിസ്റ്റർ ചെയ്യുക എന്നാണ് മാഡ്രിഡ് സിസ്റ്റത്തിൻ്റെ പർപ്പസ്. മാഡ്രിഡ് സിസ്റ്റം എന്നത് ഒരു ഗ്ലോബൽ മെക്കാനിസമാണ്. ഇത് ബിസിനസ്സുകളെയും വ്യക്തികളെയും ഒരു ഓഫീസ് വഴിയും ഒരു ലാംഗ്വേജിലും ഒരൊറ്റ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒന്നിലധികം രാജ്യങ്ങളിൽ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാനും മാനേജ് ചെയ്യാനും അലൗ ചെയ്യുന്നുണ്ട്. ഇത് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ വിപ്പോ ആണ് നിയന്ത്രിക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊമോട്ടിംഗ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്? വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു പ്രത്യേക ഏജൻസിയാണ് വിപ്പോ. 1967 സ്ഥാപിതമായ ഇത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുകളുടെ പ്രൊട്ടക്ഷന് പ്രൊമോട്ട് ചെയ്യുക എന്നാണ് ഇതിൻ്റെ മിഷൻ. ഇത് നിരവധി ഇമ്പോർട്ടൻ്റ് ആയ ഇൻ്റർനാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി സിസ്റ്റംസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. സച്ച് ആസ് മാഡ്രിഡ് സിസ്റ്റം ട്രേഡ് മാർക്സിന് വേണ്ടി, പേറ്റൻറ്റ് കോഓപ്പറേഷൻ ട്രീറ്റി PCT പേറ്റൻസിന് വേണ്ടി, ബേൺ കൺവെൻഷൻ കോപ്പിറൈറ്റ്സിന് വേണ്ടി, ഹേഗ് സിസ്റ്റം ഫോർ ഇൻഡസ്ട്രിയൽ ഡിസൈൻ. നെക്സ്റ്റ്, ഡിജിറ്റൽ ലൈബ്രറീസിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന മെറ്റഡാറ്റ സ്റ്റാൻഡേർഡ് ഏതാണ്? ഡബ്ലിംഗ് കോർ. ഡിജിറ്റൽ ലൈബ്രറീസിലും റെപ്പോസിറ്ററികളിലും വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മെറ്റഡാറ്റ സ്റ്റാൻഡേർഡാണ് ഡബ്ലിംഗ് കോർ മെറ്റഡാറ്റ എലമെൻറ്റ് സെറ്റ്. ഇത് സിമ്പിൾ, ഫ്ലെക്സിബിളും ആൻഡ് ഇൻ്റർഓപ്പറബിൾ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡബ്ലിംഗ് കോറിൻ്റെ 15 കോർ എലമെൻറ്റ്സ് ഉണ്ട്. അതാണ് അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. 15 കോർ എലമെൻറ്റ്സ് ഓഫ് ഡബ്ലിംഗ് കോർ ആണ് ആദ്യത്തെ ടൈറ്റിൽ. നെയിം ഓഫ് റിസോഴ്സ്, ക്രിയേറ്റർ, the person or organization responsible for the content. Subject, the topic or keyword describing the content. Description, a summary or abstract of the resource. Publisher, the entity that makes the resource available. Contributor, others who help create the content. Date, the date of creation of publication. Type, the nature or genre of content, അതായത് ടെക്സ്റ്റ് ആണോ, ഇമേജ് ആണോ, വീഡിയോ ആണോ എന്നല്ല. നെക്സ്റ്റ്, ഫോർമാറ്റ്, the file format, physical medium or dimension. Identifier, a unique reference to the resource. Source, a reference to a resource from which the present resource is derived. Language, the language of the content. Relation, a related resource. Coverage, the spatial or temporal topic of the content. Rights, information about the usage rights or access. Next, കാറ്റലോഗിങ്ങിൽ ഒരു കൺട്രോൾഡ് വൊക്കാബുലറിയുടെ ഫങ്ഷൻ എന്താണ്?
to standardize subject headings and terms. ലൈബ്രറി കാറ്റലോഗിലെ ഐറ്റംസിൻ്റെ സബ്ജക്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രീ ഡിഫൈൻഡ് ഓതറൈസ്ഡ് ടേംസ് ആണ് കൺട്രോൾഡ് വൊക്കാബുലറി. ഈ സ്റ്റാൻഡർഡൈസേഷൻ കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യുന്നുണ്ട്. സിംഗിൾ യൂണിഫൈഡ് ടേമിൻ്റെ അണ്ടറിൽ തന്നെ എല്ലാ റിലവൻറ്റ് മെറ്റീരിയൽസും റിട്രീവ് ചെയ്യാൻ യൂസേഴ്സിനെ എനേബിൾ ചെയ്യുന്നുണ്ട്. പര്യായ പദങ്ങളും സ്പെല്ലിംഗ് വേരിയേഷൻസ് അല്ലെങ്കിൽ ലോക്കൽ ടെർമിനോളജി എന്നിവ കൊണ്ടുണ്ടാകുന്ന കൺഫ്യൂഷൻസും എലിമിനേറ്റ് ആക്കുന്നുണ്ട്. ഓൾസോ എൻഹാൻസസ് സെർച്ച് അക്യുറസി ആൻഡ് റിട്രീവൽ എഫിഷ്യൻസി. ഒപ്പാക്കുകളിലും ഡാറ്റാബേസുകളിലും ബെറ്റർ സബ്ജക്റ്റ് ആക്സസ് നൽകുകയും യൂസർ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് സെൽഫോൺ കൺട്രോൾ വൊക്കാബുലറിയുടെ എക്സാമ്പിളാണ് പറയുന്നത്. സെൽഫോൺ, മൊബൈൽ അല്ലെങ്കിൽ ഹാൻഡ് ഫോൺ എന്നൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഒരു കൺട്രോൾ വൊക്കാബുലറിയിൽ മൊബൈൽ ഫോൺസ് എന്ന ടേമായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സിൻ്റെ ഇടയിൽ ഡാറ്റ ഡയറക്റ്റ് ചെയ്യാൻ റെസ്പോൺസിബിളായ നെറ്റ്വർക്ക് ഡിവൈസ് ഏതാണ്? റൂട്ടർ. ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സിൻ്റെ ഇടയിൽ ഡാറ്റ ഡയറക്റ്റ് ചെയ്യാൻ റെസ്പോൺസിബിളായ നെറ്റ്വർക്ക് ഡിവൈസാണ് റൂട്ടർ. ടിപ്പിക്കലി ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനും വൈഡ് ഏരിയ നെറ്റ്വർക്കിനും ഇടയിലാണ് ഡാറ്റ ഡയറക്റ്റ് ചെയ്യുന്നത്. സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ ട്രാവൽ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് പാത്ത് ഏതാണെന്നും റൂട്ടറാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇതിലെ ബാക്കി ഓപ്ഷൻസായ ഹബ്ബ്, സ്വിച്ച്, മോഡം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഷോർട്ടാക്കിയിട്ട് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ തേർഡ് പാർട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് വേഗം തന്നെ വരാം.